ആലപ്പുഴയിലെ മുതിർന്ന നേതാവായ ജി സുധാകരൻ വീണ്ടും കോൺഗ്രസിൻ്റെ പരിപാടിക്ക് പോകാൻ തയ്യാറായി നിൽക്കുകയാണ്. KPCC സംഘടിപ്പിക്കുന്ന പരിപാടികളിൽ സ്ഥിരം സാന്നിധ്യമായി മാറുകയാണ് ജി സുധാകരൻ എന്നുള്ളത് വ്യക്തം. എന്നിട്ടും CPIM സംസ്ഥാന കമ്മിറ്റിക്കോ അതല്ലെങ്കിൽ CPIM ജില്ലാ കമ്മിറ്റിക്കോ അദ്ദേഹത്തിനെ ഒന്ന് വിമർശിക്കാൻ പോലും കഴിയാത്ത അവസ്ഥയാണ്. കാരണം അവരെ ആരെയും ജി സുധാകരൻ വില കൊടുക്കുന്നില്ല, വില കൽപ്പിക്കുന്നില്ല എന്നുള്ളതാണ് വ്യക്തം. പിണറായി വിജയൻ കൃത്യമായും ചില നീക്കങ്ങൾ ജി സുധാകരനെ ഒതുക്കാൻ വേണ്ടി നടത്തി എന്നുള്ള ആരോപണം മാധ്യമങ്ങൾ പറഞ്ഞപ്പോൾ തന്നെ വിശ്വാസമുള്ളത് കൊണ്ടല്ലേ പ്രധാനമന്ത്രിയെ കാണാൻ ജി സുധാകരനോടൊപ്പം മുഖ്യമന്ത്രി അന്ന് പോയത് എന്നൊക്കെ മാധ്യമങ്ങളോട് തിരിച്ചു മറുപടി പറഞ്ഞിരിക്കുകയാണ്. ഏതായാലും KC വേണുഗോപാൽ അടക്കമുള്ള നേതാക്കൾ ജി സുധാകരനെ കോൺഗ്രസിലേക്ക് എത്തിക്കാൻ വലിയൊരു ശ്രമം തന്നെ നടത്തിയിരിക്കുന്നു എന്നുള്ളത് വ്യക്തമാണ്. അമ്പലപ്പുഴയെ സംബന്ധിച്ചിടത്തോളം ജി സുധാകരനാണ് കോൺഗ്രസ് ടിക്കറ്റിൽ നിൽക്കുന്നതെങ്കിൽ അദ്ദേഹത്തിൻ്റെ ഈ 76-ാം വയസ്സിലും വിജയം സുനിശ്ചിതമാണ്. അതിന് കാരണം അദ്ദേഹം കറപ്റ്റഡ് അല്ല എന്നുള്ളതും CPIM ചുരുക്കം ചില ആളുകൾ മാത്രം കാത്തു സൂക്ഷിക്കുന്ന ഒരു മാന്യത അദ്ദേഹം കൃത്യമായി എവിടെയും പ്രകടമാക്കുന്നത് കൊണ്ടുമാണ്. മന്ത്രി എന്ന രീതിയിലായിരുന്നാലും സാധാരണ ഒരു പൊതുപ്രവർത്തകൻ എന്ന രീതിയിലായിരുന്നാലും അദ്ദേഹം ലാളിത്യം കാത്തു സൂക്ഷിക്കുന്ന, ലളിതമായ ജീവിതം നയിക്കുന്ന, ആഡംബരങ്ങളോട് താല്പര്യം പൊതുവേ ഇല്ലാത്ത, എന്നാൽ സത്യസന്ധത കൈവിടാതെ ജനങ്ങളോട് അടുത്തിടപെടുന്ന നേതാവാണ്. ഒരുപക്ഷെ CPIM പല നേതാക്കളും കണ്ടുപഠിക്കേണ്ട ഒരു കാര്യമാണ് ജി സുധാകരൻ്റേത്. ആലപ്പുഴ ജില്ലയിൽ തന്നെ CPIM കെട്ടിപ്പടുക്കുന്നത് ജി സുധാകരപക്ഷം നടത്തിയിട്ടുള്ള ഇടപെടലുകൾ നമുക്കറിയാവുന്നതാണ്. ആലപ്പുഴയിൽ ജി സുധാകരന് മൃഗീയ ഭൂരിപക്ഷം ഉണ്ടായിരുന്ന ഒരു കാലമുണ്ടായിരുന്നു. ജില്ലാ കമ്മിറ്റിയിൽ ജി സുധാകരൻ്റെ മാത്രം ആളുകൾ ഉണ്ടായിരുന്ന സമയത്ത് അദ്ദേഹത്തിനെ എതിരിടാൻ തോമസ് ഐസക് പക്ഷമായിരുന്നു ഉണ്ടായിരുന്നതെന്നുള്ളത് സത്യം. ഇപ്പോൾ രണ്ട് പക്ഷവും അവിടെ അപ്രസക്തമായി. SDPI ചേർന്ന് വർഗീയ കൂട്ടുകെട്ട് ഉണ്ടാക്കിക്കൊണ്ടിരിക്കുന്ന M നാസറും അതുപോലെ തന്നെ AM ആരിഫും സലാമും ഒക്കെയാണ് CPIM നിയന്ത്രിക്കുന്നത്. അതുകൊണ്ടാണ് പ്രതിഭ അടക്കമുള്ളവർ ഇവർ 3 പേർക്കുമെതിരെ തുറന്നടിക്കുന്നത്. വളരെ വൈകാതെ തന്നെ ആലപ്പുഴയിൽ CPIM തകിടം മറിയും എന്ന് വ്യക്തമാകുന്ന സാഹചര്യമാണ് അവിടുത്തെ വോട്ട് ഷെയറിൽ കാണുന്നത്. പരമ്പരാഗതമായി CPIM വോട്ട് കിട്ടിക്കൊണ്ടിരുന്ന OBC ദളിത് വിഭാഗങ്ങളിൽ നിന്നുള്ള കനത്ത വോട്ട് ചോർച്ചയാണ് ഇത്തവണ പല മേഖലയിലും കണ്ടത്. ശോഭാ സുരേന്ദ്രനായിരുന്നു ഇത്തവണ BJPക്ക് വേണ്ടി കളത്തിലിറങ്ങിയതെങ്കിൽ AM ആരിഫ് വളരെ ദയനീയമായി പല സ്ഥലങ്ങളിലും 3ാമതേക്ക് തള്ളപ്പെടുന്ന ഒരു കാഴ്ച കണ്ടു. ഒന്ന് ആലോചിക്കണം, കഴിഞ്ഞ തവണ UDF തരംഗം ആഞ്ഞടിച്ചപ്പോഴും ആകെ CPIM വേണ്ടി കേരളത്തിൽ വിജയിച്ച ഒരേ ഒരു വ്യക്തി AM ആരിഫാണ്. അദ്ദേഹമാണ് ഇത്തവണ ശോഭാ സുരേന്ദ്രൻ്റെ മുമ്പിൽ പോലും മുട്ടുമടക്കിക്കൊണ്ട് KC വേണുഗോപാലോ പോട്ടെ, ശോഭാ സുരേന്ദ്രൻ്റെ മുമ്പിൽ പോലും പിടിച്ചു നിൽക്കാൻ കഴിയാതെ തകർന്നടിഞ്ഞത്. ഇതിൽ നിന്ന് വളരെ വ്യക്തമാണ് CPIM ആലപ്പുഴയിലെ ജനങ്ങൾ കൈവിട്ടു എന്നുള്ളത്.